ക്രിസ്മസ് അടുത്തതോടെ ഇത്തവണയും അവരെത്തി. ക്രിസ്മസ് തൊപ്പിയും പാപ്പായുടെ മുഖംമൂടിയുമൊക്കെയായാണ് ഇത്തവണയും അന്യസംസ്ഥാന തൊഴിലാളികൾ തെരുവോരങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നഗരവീതിയുടെ ഇരുവശങ്ങളിലും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ചുവപ്പും വെള്ളയും കലർന്ന ക്രിസ്മസ് പാപ്പായുടെ മുഖംമൂടികളും തൊപ്പിയും നിരന്നിരിക്കുന്നത്. ക്രിസ്മസ് തെരുവോര വിപണിയുമായി രാജസ്ഥാൻ സ്വദേശികളാണ് കണ്ണൂരിലും കണ്ണൂരിലെ മറ്റു നഗരപ്രദേശങ്ങളിലും കുടുംബസമേതം എത്തിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ക്രിസ്മസ് പാപ്പ തൊപ്പി, മുഖംമൂടി, ഡ്രസ്സ്, വിവിധ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപങ്ങളിലുള്ള ബലൂണുകൾ, തൊപ്പിയും മുഖംമൂടിയും ഉൾപ്പെടെയുള്ളത് തുടങ്ങിയവയാണ് ഇവർ വിൽപ്പന നടത്തുന്നത്. മിതമായ വിലയിലാണ് ഇവരുടെ കച്ചവടം. 50 രൂപയാണ് തൊപ്പിയുടെ വില. തൊപ്പിയും മുഖംമൂടിയും ചേർന്നതിന് 100 രൂപ മുതൽ 150 രൂപ വരെയാണ് വില. പ്ലാസ്റ്റിക് മുഖംമൂടിയാണെങ്കിൽ 20 രൂപയ്ക്ക് കിട്ടും. സാന്താക്ലോസിന്റെ ഡ്രസ്സ് 0 സൈസ് മുതൽ ലഭ്യമാണ്. 250 രൂപ മുതലാണ് ഡ്രസ്സിന്റെ വില തുടങ്ങുന്നത്. കഴിഞ്ഞ തവണയും ഇവിടങ്ങളിൽ രാജസ്ഥാനിൽ നിന്നുള്ള വഴിയോര കച്ചവടക്കാർ എത്തിയിരുന്നു. എന്നാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ കച്ചവടം വളരെ മോശമാണെന്നാണ് ഇവർ പറയുന്നത്. ये वाला है 50 रुपीज़ का और नीचे वाला है 100 रुपीज़ का. राजस्थान में राजस्थान വളരെ പ്രതീക്ഷകളോടെയാണ് ഇത്തവണയും ഇവർ കേരള മണ്ണിലേക്ക് എത്തിയത്. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്കൊത്ത് വ്യാപാരം നടക്കുന്നില്ല എന്ന സങ്കടവും അവർ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. ക്യാമറാമാൻ അമൽ രാമചന്ദ്രനോടൊപ്പം ലിറ്റി പീറ്റർ, കേരള ഓൺലൈൻ ന്യൂസ്.